എല്ലാവർക്കും സിറാജ് വ്ലോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത് നമുക്ക് കിട്ടുന്ന സമ്പത്തും സമൃദ്ധിയും ഐശ്വര്യമൊക്കെ ഉണ്ടാകുമ്പോൾ വീട് വാഹനമൊക്കെ കിട്ടാനായിട്ട് പോകുമ്പോൾ ഭഗവാനൊക്കെ കാണിച്ചു തരുന്ന ലക്ഷണങ്ങളെക്കുറിച്ച് ഒരുപാട് വലിച്ചിട്ട് പറയണില്ല, ഒന്ന് രണ്ട് കാര്യങ്ങളെക്കുറിച്ച് പറയാം. പെട്ടെന്ന് നടക്കുന്ന കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് പറയാം. അതുപോലെ തന്നെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും, തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ അമർത്തി ലൈക്ക് ചെയ്യുക, ഷെയർ ഒക്കെ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ സൗജന്യമായിട്ട് ഫ്രീ ആയിട്ട് നമ്മൾ ജാതകം നോക്കി അതിൻ്റെ അകത്ത് നിന്ന് നമ്മുടെ ജാതകത്തെ എടുത്ത് ജാതകത്തിൽ എന്താണ് ദോഷങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ അത് എല്ലാ ദിവസവും 11 മണിക്കാണ് പറ്റുക ലൈവ്. അത് നമ്മൾ ആ ലൈവ് നിങ്ങൾക്ക് മെമ്പർഷിപ്പ് ഉണ്ടെങ്കിൽ മാത്രമാണ് ആ ലൈവ് കാണാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുള്ളൂ. ആ ലൈവിൽ വന്നിട്ട് നിങ്ങളുടെ ജാതകത്തെ കറക്റ്റായിട്ട് പരിശോധിക്കുക. അപ്പം നമ്മളെന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് മെസ്സേജ് മറ്റ് ലൈവിൽ വന്നു കഴിയുമ്പോൾ ഒരുപാട് മെസ്സേജ് വരുമ്പോൾ അത് സ്പാമായി പോകും, പലരും കാണാൻ പറ്റാത്തതും നമുക്ക് പറയാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാകുന്നു. അപ്പോൾ ഈ മെമ്പർഷിപ്പ് എടുത്ത് വരുന്ന എല്ലാവരും നമുക്ക് അവിടെ നിന്ന് നോക്കി ക്ലിയറാക്കി 10 മിനിറ്റ് 20 മിനിറ്റ് നോക്കി സംസാരിച്ച് കറക്റ്റായിട്ട് ചെറിയ ചെറിയ വഴിപാടുകളൊക്കെ നടത്തി നമുക്ക് മാറാം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ പറയുന്നത് പണിക്ക് പോകാതെ വീട്ടിൽ കയറി ഇരുന്നിട്ട് എനിക്കത് കിട്ടണം ഇത് കിട്ടണം എന്ന് പറയുന്നവർക്കല്ല, പണിക്ക് പോയിട്ടും ബുദ്ധിമുട്ടുള്ളവരെ കുറിച്ചിട്ടാണ് പറയാം. അങ്ങനെയുള്ളവർ വരിക, മെമ്പർഷിപ്പ് എടുത്ത് വരിക, അവിടെ വന്നിട്ട് നിങ്ങളുടെ പേര് നക്ഷത്രം പറഞ്ഞോളൂ. പിന്നെ അതുപോലെ തന്നെ ജനനസമയം ജനനത്തീയതി ഇത്തരം കാര്യങ്ങളും കൂടി പറഞ്ഞാൽ നമ്മൾ കറക്റ്റായിട്ട് നോക്കി പറഞ്ഞു തരുന്നതാണ്. നിങ്ങളുടെ ദശാസന്ധി എന്തെന്നോ അതനുസരിച്ചുള്ള വഴിപാട്. അപ്പം എനിക്കൊരു ശത്രുദോഷം വന്നോ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു രോഗം വന്നോ അതിൻ്റെ കാരണം എന്താണ്, അല്ലെങ്കിൽ ഒരു ഇത് വന്നോ അതിൻ്റെ ഒരു കാരണമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതായത് നമുക്ക് നമ്മുടെ ജാതകം കറക്റ്റാണ്, ഇതൊന്നും വരില്ല എന്നാണ് എൻ്റെ ഒരു തിയറി. അതാണ് എൻ്റെ ഒരു ജ്യോതിഷത്തിൻ്റെ ഒരു വിശ്വാസപ്രകാരം. ഇതിൻ്റെ പ്രകാരം നമുക്ക് ഒരു ജാതകം കറക്റ്റാണെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള അസ്വസ്ഥതകളൊന്നും വരാനുള്ള സാധ്യത ഇല്ല. അപ്പോൾ നമ്മൾ ജാതകം കറക്റ്റില്ലെങ്കിൽ നമുക്ക് അതിനുള്ള ബുദ്ധിമുട്ട് വരും. അപ്പോൾ ചാഞ്ഞ് കിടക്കുന്ന മരത്തിൽ കയറാൻ എളുപ്പമുണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ വരുന്നതാണ്. അപ്പോൾ ജാതകം കറക്റ്റായിട്ട് പരിശോധിച്ച് എന്താണ് നമ്മുടെ ദശാസന്ധി എന്താണ് അതനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുമ്പോൾ തന്നെ ഒന്നാമതായിട്ട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ വീട്ടിൽ പക്ഷി മൃഗാദികളൊക്കെ വരിക, അതായത് വരുന്നുണ്ടാവും, അവർ പോകുന്നുണ്ടാവും, അതല്ല പക്ഷി മൃഗാദികളൊക്കെ വരുന്നത്, അതായത് പ്രത്യേകിച്ച് കിളികളായിട്ടുള്ള പക്ഷികൾ, അതായത് നമ്മുടെ വയൽക്കിളികളോ അല്ലെങ്കിൽ നമ്മുടെ ഈ എന്നാ പറയുക പുല്ല്, മറ്റേ പല സ്ഥലത്തും പല പേരാ പറയുക, അതായത് ഈ കാക്കടയൊക്കെ പോലെ ഇരിക്കണം ഉപ്പൻ, ഇതൊക്കെ ഒന്ന് വീണ്ടും അവിടെ കുത്തിപ്പറിക്കൊക്കെ നടക്കുന്നതൊക്കെ ഏറ്റവും നല്ലതാണ്. അവർക്ക് വെള്ളമോ ഭക്ഷണം എന്തെങ്കിലും കൊടുക്കാൻ വേണമെങ്കിൽ കൊടുക്കുക, ഒന്നും കൊടുത്തില്ലെങ്കിലും ഉപദ്രവിക്കാതിരിക്കുക. അതൊക്കെ ഒരു നല്ല ലക്ഷണം വരുന്ന ലക്ഷണം. അതും പറഞ്ഞ് നമ്മൾ വീട്ടിൽ കയറുന്നിട്ട് കാര്യമില്ല, നമ്മളതനുസരിച്ച് പരിപാടികളൊക്കെ നടത്താം. അതുപോലെ രണ്ടാമതായിട്ട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഒരു അമ്പലം അല്ലെങ്കിൽ ഒരു പള്ളി അല്ലെങ്കിൽ നമ്മൾ ഒരു ദേവാലയം അല്ലെങ്കിൽ ഒരു ആരാധനാ സ്ഥലം എന്നൊക്കെ നമ്മൾ സ്വപ്നം കാണുന്നതൊക്കെ ഇതുപോലെ നല്ല കാലമൊക്കെ വരുന്നതിനുള്ളൊരു സൂചനയാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, തൊട്ടടുത്തുള്ള അമ്പലത്തിലും മറ്റുള്ള കാര്യങ്ങളൊക്കെ പോകാം. ഇനി മൂന്നാമതായിട്ട് പറയാൻ പോകുന്നത്, 4 കാര്യങ്ങൾ പറഞ്ഞോളൂ, കൂടുതലൊന്നും പറയണില്ല. ഇതൊക്കെയാണ് ലക്ഷണങ്ങൾ, ഇതൊക്കെ അനുസരിച്ച് ചെയ്യാം. അപ്പോൾ നമുക്ക് ഗുരുവായൂർക്ക് പോകാനോ അതൊക്കെ പോകാനൊക്കെ തോന്നുന്നുണ്ടാവും മനസ്സിലാവും. അപ്പോൾ അവിടെയൊക്കെ പോവുക, വഴിപാട് കഴിക്കുക. മൂന്നാമത് പറയണത്, നമുക്ക് പോകാനായിട്ട് ഇപ്പോൾ ഒരു സ്വപ്നത്തിൽ നമ്മൾ കാണാണ് അല്ലെങ്കിൽ നമുക്ക് മനസ്സിൽ തോന്നണം ഗുരുവായൂർക്കൊന്ന് പോകാം, അല്ലെങ്കിൽ കൊടുങ്ങല്ലൂർക്കൊന്ന്, ചോറ്റാനിക്കരയ്ക്കൊന്ന് പോകാം, അല്ലെങ്കിൽ ഇപ്പോൾ കൊട്ടിയൂർക്കൊന്ന് പോകാം, അല്ലെങ്കിൽ മുത്തപ്പൻ മടപ്പുരയിലൊന്ന് പോകാം, അങ്ങനെയൊക്കെ തോന്നുക. അല്ലെങ്കിൽ അവിടെ അങ്ങോട്ട് കണ്ട് ചാത്തൻ്റെ അമ്പലത്തിലൊക്കെ ഒന്ന് പോകാൻ തോന്നുക. അപ്പോൾ അതൊക്കെ ഒരു നല്ല ലക്ഷണം വരുന്നതിൻ്റെ ഇതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് അമ്പലത്തിലാണ് പോകുന്നത് ആ അമ്പലത്തിൽ എത്രയും പെട്ടെന്ന് അവിടെ ചെന്ന് എത്തിപ്പെടുക. നമുക്ക് പ്രകൃതി കാണിച്ചു തരുന്ന ഓരോ സൂചനകളാണത്. അവിടെ ചെന്നാൽ നമ്മുടെ ജീവിതം രക്ഷപ്പെടും. അതുപോലെ തന്നെ 4മത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ അന്നദാനം, ഒരു ക്ഷേത്രത്തിൽ അന്നദാനമുണ്ട്. ആ അന്നദാനത്തിൽ നമുക്ക് പങ്കെടുക്കാൻ പറ്റുന്നതും അത് പോയി ആ അന്നദാനം കഴിക്കുന്നതും അതുപോലെ നമുക്ക് കഴിക്കാനായിട്ട് തോന്നുന്നതും, അതായത് ആ അന്നദാനം 10 പേർക്ക് കൊടുക്കാൻ നമുക്ക് തോന്നുന്നത് നമ്മുടെ ഒരു നല്ല ലക്ഷണമായിട്ട് പറയണം. അപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്ത ഇരുപത് എന്നും വഴക്കാണ്, എന്നാലും അവർക്കൊക്കെ എന്തെങ്കിലും ഭക്ഷണം കൊടുക്കാനും അവരോട് സ്നേഹം തോന്നാനൊക്കെ ഒരു കാരണം ഉണ്ടാകുന്ന ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യമാണ്. ഇനി അതുപോലെ തന്നെ വേറൊരു കാര്യമാണ്, നമ്മൾ ഇപ്പോൾ ഒരാൾ നമ്മളോട് ചോദിക്കുകയാണ്, വഴിയിലൂടെ നടന്നു പോകുമ്പോൾ ചോദിക്കും എന്നാണ് സുഖമാണോ, അല്ല നമുക്കൊരു പരിചയമില്ല, സുഖമാണോ, അല്ലെങ്കിൽ നമ്മൾ ഒരാളെ പെട്ടെന്ന് അപ്രത്യക്ഷമായിട്ടൊക്കെ കാണുക, നമ്മൾ കുറേ നാളായിട്ട് കാണാതിരിക്കുന്ന വ്യക്തികളെ കാണുന്നത്. അതുപോലെ തന്നെ മിണ്ടാറില്ല, ചിലപ്പോൾ എല്ലാ ദിവസവും കാണുന്നവരായിരിക്കാം മിണ്ടായിരിക്കണം, നമ്മളൊരു എങ്ങോട്ടാണ് പോകുന്നത് അല്ലെങ്കിൽ എന്താണ്, ഇത് നല്ലൊരു ലക്ഷണമാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഞാനത് എടുക്കണം എന്നല്ല, നിങ്ങളത് എടുക്കരുത്, തൊട്ടടുത്തുള്ള ക്ഷേത്രങ്ങളിലോ പള്ളിയിലൊക്കെ സമർപ്പിക്കാം. നമുക്ക് നാണയങ്ങളൊക്കെ കിട്ടുന്നത് വഴിയിൽ കിടന്ന്
ഉള്ള സ്വർണ്ണങ്ങൾ കിട്ടുന്നതൊക്കെ നല്ലതാണ്. പക്ഷേ നമ്മളത് സ്വയമായിട്ട് എടുക്കാതെ ശുദ്ധമുള്ള ക്ഷേത്രങ്ങളിലോ പള്ളികളിലൊക്കെ ഒഴിവായിട്ടിടും. അപ്പോൾ അതുകൊണ്ട് ഒരു പരീക്ഷണമായിരുന്നു അതൊക്കെ. ഇവിടെ എടുത്തു കഴിഞ്ഞാൽ നമുക്കത് ദുരിതം മാത്രമേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ ഒരു ഉണ്ടായതിലേക്ക് ഇടാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, സബ്സ്ക്രൈബ്, ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും നന്ദി, നമസ്തേ.